ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് കറി വെച്ചാലോ. നമ്മളിന്ന് ഇടുക്കി സ്റ്റൈലിലാണ് കേട്ടോ ബീഫ് കറി വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ ബീഫ് നമുക്ക് നല്ല രീതിയിൽ ഞുറുക്കിയെടുക്കാം. ഏത് വലുപ്പത്തിലാണോ നമുക്ക് ആ പീസസ് കിട്ടേണ്ടത് ആ വലുപ്പത്തിൽ നന്നായിട്ടത് മുറിച്ച് കഴുകിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കറിവേപ്പില ഇത്രയും ചേരുവകൾ എടുത്ത് മാറ്റി വയ്ക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഇവിടെ നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം കറിവേപ്പില കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് തിരുമ്മി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വറ്റി വരാനായിട്ട് സമയമെടുക്കുക. അത് നന്നായിട്ട് ആ വെള്ളം ഒഴിച്ച് ബീഫ് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. ഇതേ സമയം നമുക്ക് വേറൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ആദ്യമേ ഒന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില എപ്പോഴും നമ്മൾ ബീഫൊക്കെ കറി വെക്കുമ്പോൾ നന്നായിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നീട് അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. ആദ്യമേ നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ചേർത്തതിന് ശേഷം എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. നമുക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് നല്ലത്. മുളക് പൊടി ചേർത്തു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. പിന്നീട് ആവശ്യത്തിന് മീറ്റ് മസാല കൂടി ചേർത്തതിന് ശേഷം ഈ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരുന്നത് വരെ ആ ചട്ടിയിലിട്ട് നന്നായിട്ട് ആ മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കുക. മസാലയുടെ കളർ മാറി വരുന്ന സ്റ്റേജ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാല കരിഞ്ഞു പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. മസാല മൂത്തില്ലെങ്കിലും ആ കറിക്ക് നമുക്ക് ഉദ്ദേശിച്ച പോലത്തെ ഒരു കളർ കിട്ടത്തില്ല. അപ്പോൾ മസാലയുടെ മൂപ്പ് കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം നമ്മുടെ വെന്ത ബീഫിലേക്ക് നമുക്ക് ഈ മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം കൂടി ആ മസാല ബീഫിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് അതൊന്നുകൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഇളക്കി നന്നായിട്ട് ഒന്നുകൂടി വേകാനായിട്ട് വയ്ക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലെ അരപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യുക. എന്തേലും ഗ്രേവി വേണമെന്നുള്ളത് നോക്കിയിട്ട് ലാസ്റ്റ് കടുക് കൂടി താളിച്ച് അതിലേക്ക് ഒഴിക്കുക.